ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് വീഡിയോയിൽ പറയാൻ പോകുന്നത് പറഞ്ഞാൽ ഞാൻ ഒരു 2 വർഷമായിട്ട് FC ഉപയോഗിച്ചിട്ടുള്ള എൻ്റെ ഒരു ഒപ്പീനിയനാണ്. 2 വർഷമായിട്ട് ഒപ്പിക്കുന്നു. ഒരുപാട് ലോങ് ഒക്കെ പോയിട്ടുണ്ട്. ബാംഗ്ലൂർ ടു കേരള കണ്ട് 3 to 4 ടൈംസ് തന്നെ നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ട്. അതൊക്കെ ബേസ് ചെയ്തുള്ളൊരു യാത്രയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എല്ലാവരും ഈ വണ്ടിയെപ്പറ്റി ഒരുപാട് നെഗറ്റീവാണ്. എനിക്ക് അത്രയ്ക്ക് നെഗറ്റീവൊന്നും തോന്നിയിട്ടില്ല. സിറ്റി യൂസിലായാലും ലോങ് പോകുമ്പോൾ മാത്രം കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ പോലും സിറ്റി യൂസിലൊക്കെ വളരെ നല്ല വണ്ടിയായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഞാനിപ്പോൾ ഈ വണ്ടിയിൽ സീറ്റിനകത്ത് ഒരു എയർ കുഷൻ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ലോങ് പോകാനൊക്കെ നല്ല സുഖമാണ്. ഇരുന്ന് പോകാനൊക്കെ ബാക്കിലൊക്കെ വെച്ച് നമ്മുടെ സാധനങ്ങളൊക്കെ വെച്ച് കെട്ടാനെല്ലാം അത്യാവശ്യം നല്ല ഉപയോഗം തന്നെ പറ്റുന്നുണ്ട്. ഒരുപാട് രണ്ട് ഇയറായിട്ട് ഓടിക്കുന്നുണ്ടെങ്കിൽ അറൗണ്ട് 3-4 തവണ ഇതിൻ്റെ ഇടയ്ക്കുണ്ട് നമ്മൾ ബാംഗ്ലൂർ ടു കേരള പോകാൻ വരെ ചെയ്തിട്ടുണ്ട്. അത് വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഒരുപാട് ഇഷ്ടപ്പെട്ട വണ്ടിയാണ്. പിന്നെ എനിക്ക് പ്രോബ്ലം ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിന് മാത്രമേ ഇടയ്ക്ക് അത് എല്ലാവരും പറയുന്നുണ്ട്, ഈ FC ഉപയോഗിക്കുന്ന എല്ലാവരും പറയുന്നുണ്ട് BS4 മോഡലാണ്. BS6ൻ്റെ കാര്യം എനിക്കറിയില്ല. എല്ലാവരും മിക്ക ആൾക്കാരും പറയുന്നുണ്ട് സ്റ്റാർട്ടിങ്ങിന് എന്തോ ഒരു കംപ്ലയിൻ്റ് ഉണ്ടെന്ന്. അല്ലാതെ വലിയ കംപ്ലയിൻ്റ് നമുക്ക് തോന്നിയിട്ടില്ല. എഞ്ചിനൊക്കെ നല്ല പെർഫെക്ഷനാണ്. പിന്നെ 5th ഗിയറിൻ്റെ ഇതും പലരും പറയുന്നുണ്ട് അതൊരു വലിയ ഇഷ്യൂ ആയിട്ടൊക്കെ. പക്ഷേ നമ്മളങ്ങനെ ഞാൻ അധികം സ്പീഡിൽ പോകാത്ത വ്യക്തിയാണ്. അതുകൊണ്ടായിരിക്കും ഒരുപാട് സ്പീഡിലും പറപ്പിച്ചൊക്കെ പോകുന്നവർക്ക് ചിലപ്പോൾ അതൊരു ബുദ്ധിമുട്ടായി തോന്നുമായിരിക്കും. എന്നാലും നമ്മൾ കഴിവിൻ്റെ പരമാവധി കുറച്ച് സ്പീഡിൽ അങ്ങനെ പോകുന്നൊരു വ്യക്തിയാണ്. ലോങ് പോകുമ്പോൾ പോലും മാക്സിമം 90-100-ലൊക്കെയാണ് നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിൽ വരെ പോയിട്ടുള്ളൂ പോലും. അങ്ങനെ ഒരു വ്യക്തിയാണ് നമ്മൾ. എന്നിരുന്നാലും എനിക്ക് പൊതുവേ ഈ വണ്ടി ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാനത് ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. രണ്ട് ഫോഗ് ലാമ്പ് ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്, മിററൊക്കെ വെച്ചിട്ടുണ്ട്. നിങ്ങളിപ്പം ചോദിക്കായിരിക്കും മിററൊക്കെ വിസിബിൾ ആണോന്ന്. ഞാനങ്ങ് വിസിബിളൊന്നും അല്ല, എന്നാൽ പോലും അത്യാവശ്യം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മിററാണ്. ഒരു ഭംഗിക്ക് വേണ്ടി വെച്ചതാണ്. പുറമേ നിന്ന് നോക്കുമ്പോൾ ഒരു ഭംഗി കൂടാൻ വേണ്ടി വെച്ച സാധനമാണത്. അല്ലാതെ വലിയ യൂസിന് വേണ്ടി വെച്ച സാധനമൊന്നുമില്ല. എന്നിരുന്നാലും വണ്ടി ഇതിനെ വളരെയധികം ഇഷ്ടപ്പെടുത്തിയിട്ടുള്ളൂ. കാര്യം നമ്മൾ ഇങ്ങനെയൊക്കെ മോഡിഫൈ ചെയ്യുമ്പോൾ ആൾക്കാരൊക്കെ നോക്കാറുണ്ടായിരുന്നു ഇത് ഏത് വണ്ടി. അത് കുറേ തവണ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. മോഡിഫൈ ചെയ്ത് വെച്ചതുകൊണ്ടാണ്. അധികം സ്റ്റിക്കർ വർക്കൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം കുറച്ച് സ്റ്റിക്കർ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. പോളിസി പിടിക്കാൻ വേണ്ടിയുള്ള സ്റ്റിക്കർ വർക്കൊന്നും ചെയ്തിട്ടില്ല, എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഈ വണ്ടിയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാൻ കാര്യം എൻ്റെ ഫസ്റ്റ് പുള്ളിങ്ങാണ്. ഫസ്റ്റ് ഗിയറിട്ട് എടുക്കുന്ന ഒരു പുള്ളിങ് അത് ഭയങ്കരമായൊരിതാണ്. അത് നല്ല രസമാണ്. നല്ലൊരു ഇത് കയറി പോകും. പിന്നെ ബാക്കിയുള്ള വണ്ടികളൊക്കെ ചിലപ്പോൾ അങ്ങനെ കയറി വന്നില്ലെങ്കിൽ പോലും പിന്നെ അവർ കയറി പോയിരിക്കും. എന്തിരുന്നാൽ പോലും ഇത് ഫസ്റ്റ് നല്ല അടിപൊളി പുള്ളിങ് കയറി പോകുന്നൊരു വണ്ടിയാണ് എനിക്ക് ഈ സെഗ്മെൻറ്റിൽ തോന്നിയിട്ടുള്ളത്. ഇത് 250cc എന്ന് പലരും പറഞ്ഞ് 250cc എന്ന് പേരേ ഉള്ളൂ. അത്രയും പവറൊന്നുമില്ല. സത്യമാണ്, അത്രയും പവറൊന്നുമില്ല. എന്നിരുന്നാൽ പോലും അത്യാവശ്യം കുഴപ്പമില്ലാതെ ഒരു സിറ്റി റൈഡിന് ബെസ്റ്റ് ബൈക്കാണ്. ലോങ് റൈഡും പ്രിഫർ ചെയ്യുന്നവർക്ക് പ്രിഫർ ചെയ്യും. ഇതിലൊക്കെ ലോങ് പോകുന്ന എത്രയോ പേർക്ക് ആൾക്കാരുണ്ട്. പിന്നെ ഈ വണ്ടിയിൽ പ്രത്യേകിച്ച് അങ്ങനെ എടുത്ത് പറയേണ്ടതൊക്കെ വലിയ സ്പെസിഫിക്കേഷൻസ് ഒന്നുമില്ല. ABS ഇല്ല. BS4 മോഡലാണ്. ABS ഒന്നുമില്ല. അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല. ഈ വണ്ടിയിൽ മെയിൻ പ്രോബ്ലമാണ് ഇത് ലൈറ്റ്. അതൊരു വലിയ പ്രോബ്ലമാണ്. ഇപ്പം BS6 ഇറങ്ങിയപ്പോൾ അത് മാറിയിട്ടുണ്ടെന്നാൽ പോലും BS4ൻ്റെ ലൈറ്റ് അത്ര പെർഫെക്റ്റ് ലൈറ്റൊന്നുമില്ല. എന്നാൽ പോലും കുഴപ്പമില്ല. ഞാൻ 2 ഫോഗ് ലാമ്പ് വെച്ചതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇതുകൊണ്ട് കേരളത്തിൽ ഇറങ്ങി കഴിഞ്ഞാൽ അവരപ്പം പോകുമായിരിക്കും ഫോഗ് ലാമ്പ് വെച്ചെന്നൊക്കെ പറഞ്ഞു. എന്നാലും നമ്മളങ്ങനെ കേരളത്തിലോട്ട് ഇനി അങ്ങോട്ട് എന്തായാലും വരും. അപ്പോൾ നമുക്ക് അന്നത്തെ കാര്യം അന്നേരം ആലോചിക്കാതെ. ഓവറാൾ നോക്കുകയാണെങ്കിൽ വണ്ടി വളരെയധികം കംഫർട്ടാണ് നമുക്ക് തന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് കുഴപ്പം പറയാൻ വേണ്ടി ഒന്നും തന്നെ ഇല്ല. വളരെയധികം ഇഷ്ടപ്പെട്ടു. അങ്ങനെ വലിയ കുറ്റം പറയാൻ വേണ്ടിയൊന്നുമില്ല. ഇത്രയൊക്കെയാണ് എനിക്കതിനകത്ത് മെയിനായിട്ട്. എൻ്റെ വണ്ടിയുടെ സ്പെസിഫിക്കേഷനൊക്കെയാണ്. ടോർക്ക് കാര്യങ്ങളൊന്നും നമ്മൾ പറയുന്നില്ല. അതൊന്നും പറഞ്ഞ ആവശ്യം. ഞാനത് പറഞ്ഞാൽ എൻ്റെ ഒരു ഒപ്പീനിയനാണ്. ഞാൻ ഇത്രയും നാൾ ഉപയോഗിച്ച് 2 ഇയറായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഒപ്പീനിയൻ വെച്ചാണ് ഇപ്പം പറഞ്ഞത്. വളരെയധികം കംഫർട്ടായിട്ടാണ് തോന്നിയത്. കുറ്റങ്ങളൊന്നും പറയാൻ വേണ്ടി തന്നെയില്ല. എന്നിരുന്നാലും നമുക്ക് ഇത്രയൊക്കെ ഇതിനെപ്പറ്റി പറയാനുള്ളൂ. ചുമ്മാ ഒരു വീഡിയോ ഇടാൻ തോന്നി അങ്ങനെ ഇട്ടതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.